നമസ്കാരം, അസ്സലാം വലൈക്കും. ഡയറ്റീഷ്യൻ എന്ന യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ ഡയറ്റീഷ്യൻ ടീന സുധീർ. ഇന്ന് വെയിറ്റ് ലോസ് ചാലഞ്ചിനെ കുറിച്ച് കുറച്ച് കാര്യങ്ങൾ പറയാനാട്ടോ ഞാൻ വന്നിരിക്കുന്നത്. അടുത്ത മാസം മുതൽ നമ്മൾ ചാലഞ്ച് സ്റ്റാർട്ട് ചെയ്യുകയാണ്. ഇതിനു മുമ്പ് ഒരു വീഡിയോ ഞാൻ ഇട്ടിട്ടുണ്ടായി വെയിറ്റ് ലോസ് ചാലഞ്ചിനെ കുറിച്ച്. അത് കാണാത്തവരുണ്ടെങ്കിൽ ആ വീഡിയോ കാണുക. ഞാൻ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ ഇട്ടേക്കാം. അടുത്ത മാസം, അതായത് 2024 ഫെബ്രുവരി 1 മുതൽ നമ്മൾ വെയിറ്റ് ലോസ് ചാലഞ്ച് സ്റ്റാർട്ട് ചെയ്യുകയാണ്. ഇതിനോടകം എനിക്ക് മെയിൽ അയച്ച എല്ലാവർക്കും തന്നെ ഞാൻ ഡയറ്റ് പ്ലാന് സെൻഡ് ചെയ്ത് തന്നു കഴിഞ്ഞു. ഇനി ആർക്കെങ്കിലും വിട്ടുപോയിട്ടുണ്ടെങ്കിൽ അവർ എനിക്ക് മെയിൽ അയയ്ക്കുക. tinasudeer@gmail.com എന്നതാണ് എൻ്റെ മെയിൽ ID. അതിലേക്ക് മെയിൽ അയച്ചു കഴിഞ്ഞാൽ ഞാൻ അതിൻ്റെ ഡീറ്റെയിൽസ് നിങ്ങൾക്ക് സെൻഡ് ചെയ്ത് തരാം. ഡയറ്റ് പ്ലാനും അയച്ചു തരുന്നതായിരിക്കും. ഫെബ്രുവരി 1 തീയതി മുതൽ നമ്മൾ വെയിറ്റ് ലോസ് ചാലഞ്ച് സ്റ്റാർട്ട് ചെയ്യുകയാണ്. അതിനു മുമ്പ് കുറച്ച് ഇൻസ്ട്രക്ഷൻസ് നിങ്ങൾക്ക് തരാൻ വേണ്ടിയിട്ടാണ് ഇന്നത്തെ വീഡിയോ. അതായത് ഭക്ഷണത്തിൽ കുറേ കാര്യങ്ങളൂടെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. തന്നിരിക്കുന്ന ഡയറ്റ് പ്ലാൻ അതുപോലെ തന്നെ നോക്കാനായിട്ട് ശ്രദ്ധിക്കാം. ഡിന്നറിന് കാർബോഹൈഡ്രേറ്റ് ഞാൻ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. ചിലർ പെട്ടെന്ന് ഫാസ്റ്റായിട്ട് വെയിറ്റ് കുറയ്ക്കാൻ വേണ്ടിയിട്ട് ഈ ഡയറ്റ് പ്ലാനിൽ തന്നെ കുറേ ചേഞ്ചസ് വരുത്തുന്നതും കണ്ടിട്ടുണ്ട്. അപ്പോൾ അതൊന്നും ചെയ്യരുത്. കറക്റ്റായിട്ട് ഞാൻ തന്നിരിക്കുന്ന പ്ലാൻ അതുപോലെ തന്നെ ഫോളോ ചെയ്യാനായിട്ട് നോക്കാം. നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് വെച്ചാൽ, ഷുഗർ ഒരുപാട് ക്രാവിങ്സ് ഉള്ളവരാണെങ്കിൽ ഷുഗറിൻ്റെ അളവൊന്ന് കുറയ്ക്കുക. ഇപ്പോൾ ചായ കോഫി എന്ത് കുടിക്കുവാണെങ്കിലും പഞ്ചസാരയുടെ അളവ് കുറയ്ക്കാം. അല്ലാത്തവർ ഇപ്പോൾ ഷുഗർ ഒഴിവാക്കിയാലും ഞങ്ങൾക്ക് പ്രശ്നമില്ല എന്നുള്ളവരാണെങ്കിൽ ഷുഗർ കംപ്ലീറ്റ് ആയിട്ട് ഒഴിവാക്കിക്കോളൂ. ഷുഗർ കംപ്ലീറ്റ് ആയിട്ട് ഒഴിവാക്കിയാൽ നിങ്ങൾക്ക് വളരെ ഫാസ്റ്റ് ആയിട്ടുള്ള റിസൾട്ട് ലഭിക്കുന്നതായിരിക്കും. ഒരു ലൈഫ് സ്റ്റൈൽ ചേഞ്ചസ് കൂടെയാണ് ഈ ഡയറ്റ്, ഈ 1 മന്ത് വെയിറ്റ് റിഡക്ഷൻ ചാലഞ്ചിൽ കൂടെ ഞാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ മൊബൈലിൻ്റെ യൂസേജ് ഒന്ന് കുറച്ചോളൂ കേട്ടോ. ഒരുപാട് നേരം മൊബൈൽ നിങ്ങൾ ഉപയോഗിക്കരുത്. കിടക്കുന്നതിന് അരമണിക്കൂർ മുമ്പ് മൊബൈൽ സ്വിച്ച് ഓഫ് ചെയ്ത് വെക്കുക. അതിനുശേഷം വേണം കിടക്കാൻ ഒരുങ്ങാനായിട്ട്. അതുപോലെ തന്നെ ഡിന്നർ ഞാൻ നേരത്തെ പറഞ്ഞിരിക്കുന്നത് 6:30 ആ ടൈമിലാണ് പറഞ്ഞിരിക്കുന്നത്. ആ സമയം തന്നെ മാക്സിമം ഡിന്നർ ആക്കാനായിട്ട് ശ്രദ്ധിക്കുക. എന്നാൽ മാത്രമേ നിങ്ങൾക്ക് ആ റിസൾട്ട് കറക്റ്റായിട്ട് ലഭിക്കുകയുള്ളൂ. ഫ്രൈഡ് ഐറ്റംസ് കംപ്ലീറ്റ് ആയിട്ട് ഒഴിവാക്കുക. ഫിഷിലാണെങ്കിൽ ചെമ്മീൻ, ഞണ്ട്, കക്കയിറച്ചി, കൂന്തൽ തുടങ്ങിയ ഷെൽഫിഷുകൾ കംപ്ലീറ്റ് ആയിട്ട് ഒഴിവാക്കുക. പിന്നെ അതുപോലെ തന്നെ ഫ്രൂട്ട്സ് യൂസ് ചെയ്യാവുന്നതാണ്. ഫ്രൂട്ട് ജ്യൂസസ് ആയിട്ട് ഉപയോഗിക്കുന്നതിനെക്കാട്ടി നല്ലത് ഫ്രൂട്ട്സ് കട്ട് ചെയ്ത് ഉപയോഗിക്കുക. അതിൽ നേന്ത്രപ്പഴം ഒഴിവാക്കേണ്ടതാണ്. എക്സസൈസ് മസ്റ്റ് ആട്ടോ. ഡയറ്റ് മാത്രം എടുത്തുകൊണ്ട് കാര്യമില്ല. 45 മിനിറ്റ്സ് നിർബന്ധമായിട്ടും വർക്കൗട്ടും കൂടി ചെയ്യുക. 8 മണിക്കൂർ അല്ലെങ്കിൽ 7 മണിക്കൂറെങ്കിലും ഏറ്റവും മിനിമം ഒരു നല്ല ക്വാളിറ്റി സ്ലീപ്പും അത്യാവശ്യമാണ്. അപ്പോൾ അതും കൂടെ ഒന്ന് ശ്രദ്ധിക്കുക. പച്ചക്കറികൾ, ഇലക്കറികളൊക്കെ കൂടുതലായിട്ട് ഡയറ്റിൽ ഇൻക്ലൂഡ് ചെയ്യുക. ഇനി ഒരുപാട് ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുന്നവർക്കാണെങ്കിൽ ഈ ഡയറ്റ് പ്ലാൻ അങ്ങോട്ട് തന്നു കഴിയുമ്പോൾ അത് കറക്റ്റായിട്ട് ഫോളോ ചെയ്യാൻ ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ ഇടയ്ക്ക് വല്ലാണ്ട് വിശക്കും. ആ സമയത്താണെങ്കിൽ ഫ്രൂട്ട്സ് കട്ട് ചെയ്ത് നിങ്ങൾക്ക് യൂസ് ചെയ്യാം, അല്ലെങ്കിൽ സാലഡ്സ്. അല്ലാതെ വേറെ ഒരു ഭക്ഷണവും ആ ഇടസമയങ്ങളിൽ കഴിക്കാൻ പാടുള്ളതല്ല. 1 മന്ത് കറക്റ്റായിട്ട് ഡയറ്റ് ഫോളോ ചെയ്യുക. പിന്നെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഞാനിപ്പോൾ ഡയറ്റ് പ്ലാന് നിങ്ങൾക്ക് സെൻഡ് ചെയ്ത് തന്നിട്ടുണ്ട്. ഒരിക്കലും അത് നിങ്ങൾ വേറൊരു ദിവസത്തേക്ക് മാറ്റി വയ്ക്കുകയൊന്നും ചെയ്യരുത്. ഈ ചാലഞ്ചിൽ തന്നെ പാർട്ടിസിപ്പേറ്റ് ചെയ്യാനായിട്ട് മാക്സിമം നോക്കാം. ഇപ്പോൾ സമയത്ത് നിങ്ങൾക്ക് ഏതെങ്കിലും ഒരു ഫങ്ഷൻസോ മറ്റോ വരികയാണെങ്കിൽ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, ക്വാണ്ടിറ്റി കുറച്ചിട്ട് ഫുഡ് കഴിക്കുക. ആ സമയത്ത് ചിലപ്പോൾ ഈ ഡയറ്റ് ഒന്ന് സ്കിപ്പ് ചെയ്യേണ്ടി വരും. ഒരു ദിവസത്തിനൊക്കെ മാത്രമേ ഉള്ളൂ കേട്ടോ. കഴിയുന്നത്ര അങ്ങനെയുള്ള കാര്യങ്ങൾ വരാതിരിക്കട്ടെ. ഇനി വന്നു പോയി കഴിഞ്ഞാൽ കുറഞ്ഞ അളവിൽ ഭക്ഷണം കഴിക്കാനായിട്ട് ശ്രദ്ധിക്കുക. കറക്റ്റ് മാർച്ച് 3 തീയതി തന്നെ എനിക്ക് റിസൾട്ട് സെൻഡ് ചെയ്ത് തരാനായിട്ട് നോക്കുക. നിങ്ങളുടെ വെയിറ്റ് എത്ര റെഡ്യൂസ് ചെയ്തു എന്നുള്ള കാര്യങ്ങൾ ആ സമയത്ത് എനിക്ക് സെൻഡ് ചെയ്ത് തരിക. ഇനി വെയിറ്റ് ലോസ് ചാലഞ്ചിനെ കുറിച്ച് നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ ടൈപ്പ് ചെയ്യുക. ഞാൻ ഉടനടി റിപ്ലൈ തരുന്നതായിരിക്കും. നന്ദി, നമസ്കാരം.